വർഷത്തിന് ശേഷം ഒരു പ്രവേശനോത്സവം ഇങ്ങനെ നടത്തുകയെന്ന് വെച്ചാൽ നല്ല സെറ്റപ്പായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ ടീച്ചർ മുൻകൈ എടുത്തതിന് വലിയൊരു അഭിനന്ദനം ടീച്ചറെ അറിയിക്കുന്നു. അംഗൻവാടി ഇഷ്ടപ്പെട്ടോ? ഈ നമ്മുടെ 5-ാം വാർഡിൽ ഈ 140 നമ്പർ അംഗൻവാടിയോടൊപ്പം തന്നെ ഈ വാർഡിൽ തന്നെ 132 നമ്പർ അംഗൻവാടിയും കൂടി നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ പ്രവേശനോത്സവം അതിൻ്റെ വിളംബര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നമസ്കാരം. കൊറോണയൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷം സ്കൂളുകളും കോളേജും എല്ലാം തുറന്ന് പഴയതുപോലെ പ്രവേശനോത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലൊരു പ്രവേശനോത്സവം നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്കൂളും കോളേജും ഒന്നുമല്ല, നമ്മുടെ ബാലപാഠം ആരംഭിക്കുന്ന ഒരു സ്ഥലം, അംഗൻവാടി. പുത്തൻകുളത്തുള്ള ഒരു അംഗൻവാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പുത്തൻകുളത്ത് 140, അംഗൻവാടി നമ്പർ 140, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട കുറച്ച് അലങ്കാരപ്പണികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്ത് പിള്ളേർക്ക് വേണ്ടി ബലൂൺ വീർപ്പിക്കലും എല്ലാം നടക്കുകയാണ്. അപ്പം കുട്ടികൾ ഓരോന്നോരോന്നായി വന്നിപ്പോൾ ഏതാണ്ട് എല്ലാവരും എത്തിയിരിക്കുകയാണ്. അപ്പം ബാക്കി നമ്മൾ ഈ അകത്തെ ഡെക്കറേഷനും പരിപാടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ടീച്ചറിൻ്റെ അടുത്തൊന്ന് ചോദിക്കാം. ഇതാണ് ഇവിടുത്തെ ടീച്ചർ. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഇവിടെ എന്താണ് പ്രവേശനോത്സവമായിട്ട് പ്രധാന പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്കിവിടെ പ്രധാനമായിട്ട് ഇത് സെന്റർ നമ്പർ 140 ഇത്തിക്കര ICDSന്റെ കീഴിൽ പൂതക്കുളം പഞ്ചായത്തിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ രാവിലെ 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വിളംബര ഘോഷയാത്ര കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ വിളംബര ഘോഷയാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് മെമ്പറാണ് നമ്മൾ ഉദ്ഘാടക. അപ്പോൾ ലൈല ജോയി എന്നാണ് മെമ്പറുടെ പേര്. മെമ്പറാണ് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ ഈ അംഗൻവാടിയെ കുറിച്ചൊരു അവലോകനം ഇവിടുത്തെ രക്ഷകർത്താക്കൾ നമുക്ക് നാട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. വേറെ LKG UKG അല്ല LKG അല്ല UKG 1-ാം ക്ലാസ്സൊക്കെ സ്കൂളിലോട്ട് ആക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊരു യാത്രയയപ്പ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളൊരു പ്രവേശനോത്സവത്തിനനുബന്ധിച്ച് അവരെ ഒരു സ്വീകരണം. AG ഗ്രൂപ്പിന് വർണ്ണക്കൂട്ട് എന്നാണ് അതിൻ്റെ പേര്. AG ക്ലബ്ബ് അതിനാണ് നമുക്കിവിടെ പറഞ്ഞാൽ അവർക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 1 കിലോ റാഗി, ശർക്കര, ഗോതമ്പ് അതൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിൽ അവർക്കുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളുടെ ഒരു ചെറിയ പ്രോഗ്രാമുകൾ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ ഇത് വെച്ചേക്കുന്നത്. ഡെക്കറേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ കണ്ടു. എല്ലാം നല്ല സൂപ്പറായിട്ടാണ് ചെയ്യുന്നത്. നല്ല വിപുലമായിട്ടാണ് ഈ പ്രവേശനോത്സവം ഇവിടെ നടത്തുന്നത്. അപ്പം കൊറോണയ്ക്ക് ശേഷം ഒരു 2 വർഷത്തിന് ശേഷം ഒരു പ്രവേശനോത്സവം ഇങ്ങനെ നടത്തുകയെന്ന് വെച്ചാൽ നല്ല സെറ്റപ്പായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ ടീച്ചർ മുൻകൈ എടുത്തതിന് വലിയൊരു അഭിനന്ദനം ടീച്ചറെ അറിയിക്കുന്നു. അപ്പം അത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രവേശനോത്സവത്തിന്റെ ബാനർ തൊട്ട് നമുക്ക് സമ്മാനം കൊടുക്കുന്നത് തൊട്ട് എല്ലാ കാര്യത്തിനും നാട്ടുകാരുടെ ആയാലും നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളായാലും AG കുട്ടികളായാലും അതായത് സ്പോൺസർമാർ നമുക്ക് ഒരുപാട് പേര്. അപ്പം നാട്ടിലുള്ള എല്ലാവരെയും സഹായ സഹകരണം എല്ലാം ഉണ്ട്. എല്ലാവരും സഹകരണം അവരെ കൊണ്ട് ഒക്കുന്നത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കൂടി ഇപ്പം ഈ പ്രവേശനോത്സവം അനുബന്ധിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം ഇന്നലെ തന്നെ ഇത് ഡെക്കറേഷൻ ചെയ്യാനായാലും നമ്മുടെ AG കുട്ടികളുണ്ടായിരുന്നു, നമ്മുടെ അയൽക്കാർ. അതാണ് ഇന്നലെ രാത്രി ടീച്ചർ സംസാരിക്കുമ്പോഴും ഇവിടെ ഇരിക്കുമായിരുന്നു. അംഗൻവാടിയിലെ ഡെക്കറേഷനും പരിപാടിയും സമ്മാനം പുതിയ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതെല്ലാം പുതിയ. അപ്പം രാത്രി ഫുള്ള് ഇവിടെ ആയിരുന്നു. രാത്രി ഒരു 8-8:30 അല്ലേ ആ ഒരു ബാക്കി പരിപാടിയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഭിത്തിയിലും
അകത്തും പുറത്തും എല്ലാം ഒരുപാട് പെയിൻറ്റിങ്ങും ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളി കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഘോഷയാത്രയ്ക്ക് സമയമായി. പിള്ളേരെല്ലാം ഘോഷയാത്രയ്ക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബാ. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. ഇതാ ചെണ്ടയൊക്കെ കൊട്ടി ഒരുത്തെന്താ ഫ്രണ്ടിൽ പോകും. ബേക്ക് പോ ഇങ്ങോട്ട് ചെണ്ടക്കൊട്ട് ഊത്തുമൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. നല്ല രസമുണ്ട് കുട്ടികളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ. പഴയ കാലത്തെ ഒരു പ്രവേശനോത്സവം ഇതിൽ നിന്നും വിഭിന്നമായിരുന്നു. പക്ഷേ കോവിഡ് സമയത്ത് ഈ 2 വർഷം ഒരു അടഞ്ഞൊരു ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അടഞ്ഞൊരു ഭാഗമായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ ഈ 2 വർഷത്തെ നിന്നും അതിജീവിച്ചുകൊണ്ട് നല്ല ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള കുട്ടികളുടെ രീതിയിലുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്രയോടുകൂടിയും എല്ലാവിധ സന്തോഷം പകരുന്ന രീതിയിലുള്ള ഒരു വർണ്ണപ്പകിട്ടാർന്ന ഒരു ഘോഷയാത്ര അത് എന്തുകൊണ്ടും കുട്ടികളുടെ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ടായിരിക്കും. മികച്ച തുടക്കവും അതുപോലെ ഈ വിദ്യാർത്ഥികളെ വലുതായി വരുമ്പോൾ തന്നെ ഇതൊരു ഓർമ്മയായി സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള നല്ല ഒരു ഗംഭീരമായ വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്രയായി മാറി. അപ്പം നമ്മുടെ മെമ്പർ എത്തി. അത് ഉദ്ഘാടനം തുടങ്ങാൻ പോവുകയാണ്. അവിടെ ദീപം തെളിയിച്ച് വിളക്കിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് സമ്മാനദാനമുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. വളർച്ചയ്ക്ക് ഇപ്പോഴത്തെ ടീച്ചറും അസിസ്റ്റൻറ്റും വളരെ കൂടുതൽ പ്രയത്നിക്കുന്നുണ്ട്. ഈ പ്രവേശനോത്സവം തന്നെ അതിനൊരു തെളിവാണ്. വളരെ ഭംഗിയായി ഇത് ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും നമ്മളെല്ലാം പങ്കെടുപ്പിച്ച് ഇത് സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന
ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തുടർന്നും എൻ്റെ സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും കുട്ടികളുടെ നന്മയ്ക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്, പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങെല്ലാം അകത്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മെമ്പർ ലൈല ആൻറ്റി. അപ്പം നമുക്ക് ആൻറ്റിയുടെ അടുത്ത് ചോദിക്കാം, ഇവിടുത്തെ ഇപ്പം നമ്മുടെയൊന്നും കുട്ടിക്കാലത്തൊന്നും ഇത്രയും വിപുലമായിട്ടുള്ള പ്രവേശനോത്സവം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊരു കുട്ടിക്കാലവും നമുക്ക് ഓർമ്മ വരും. അപ്പം ആൻറ്റിക്ക് എന്തുവാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ പുതുക്കുളം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡായ നമ്മുടെ ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന വാർഡിലെ വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് ലൈല ജോയ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് കുട്ടികളെ നമുക്ക് മനസ്സ് തുറന്ന് അംഗൻവാടികളിലോട്ട് വിടാനോ അതിനുള്ളൊരു ചുറ്റുപാടല്ലായിരുന്നു. നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ഒതുങ്ങിക്കൂടിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ അധ്യയന വർഷമൊക്കെ. അതൊക്കെ നമ്മൾ തരണം ചെയ്തു. ഇപ്പോൾ നമ്മൾ പ്രവേശനോത്സവം ഈ 2022-23 അധ്യയന വർഷത്തിൻ്റെ തുടക്കം പ്രവേശനോത്സവത്തിൻ്റെ വിളംബര ഘോഷയാത്രയൊക്കെ നമ്മൾ ആർഭാടമായി നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും ഇപ്പോൾ ഇവിടെ ഔപചാരികമായി നടത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ അങ്ങോട്ടുള്ള തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഒരുങ്ങിക്കഴിച്ചിരിക്കുന്നത്. ഈ അംഗൻവാടിയിലെ ടീച്ചറായി പ്രവർത്തിക്കുന്ന ഇത് നമ്മുടെ ആശാവർക്കറാണ് കേട്ടോ, നമ്മുടെ ആശാവർക്കർ, നേരത്തെ പരിചയപ്പെടുന്നത്. ഈ 5-ാം വാർഡിൽ ആശാവർക്കറാണ്. അപ്പോൾ അവൾ നമുക്ക് ഈ അംഗൻവാടിയൊക്കെ വരുന്ന എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടുകളും എല്ലാം ചെയ്തു തരുന്നത് നമുക്ക് ഈ നമ്മുടെ ആശാവർക്കർ സിന്ധുവാണ്. 140-ാം നമ്പർ അംഗൻവാടിയോടൊപ്പം തന്നെ ഈ വാർഡിൽ തന്നെ 132-ാം നമ്പർ അംഗൻവാടിയും കൂടി നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ പ്രവേശനോത്സവം അതിൻ്റെ വിളംബര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ഈ അയൽക്കാരും നാട്ടുകാരൊക്കെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി അകമഴിഞ്ഞ ഈ പ്രവേശനോത്സവത്തിന് വേണ്ടി ധനസഹായങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പേരുകളും നമുക്ക് നല്ല സന്തോഷപൂർവ്വം ആർഭാടകരവുമായിട്ട് നമുക്ക് ഈ പ്രവേശനോത്സവം നടത്താൻ സാധിച്ചു. അതിന് നമുക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് വിശേഷിച്ച് നമ്മുടെ ഈ കുട്ടികളുടെ അച്ഛനമ്മമാരും ഒക്കെ നമുക്ക് നല്ല സഹകരണമാണ് നമ്മുടെ അംഗൻവാടികളോട് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. പൂതക്കുളം പഞ്ചായത്ത് ഇന്നാൾ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു കൊച്ചിന് റാങ്ക് കിട്ടി. അവിടെ തന്നെ ഈ പൂതക്കുളം പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാവരും നല്ലോണം ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നാട്ടുകാരെ പറ്റി പറഞ്ഞാലും നമ്മളെ പുത്തൻകുളം നാടിനെ പറ്റി പറഞ്ഞാലും ഇവിടെ ഈ സ്കൂള് അംഗൻവാടി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ നമ്മളോട് കൂടെ നിൽക്കാറുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും തന്നെ നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. അതും കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നാട്ടുകാരെല്ലാം ഒരേപോലെ നിൽക്കുന്നത്. ആൻറ്റി തന്നെ ഇപ്പം മറ്റേ അപ്പുറത്ത് അംഗൻവാടിയിലും പോയിട്ട് വന്നിട്ട് എല്ലാ അംഗൻവാടി ഓടി നിൽക്കുക. അവിടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് പോകാം. ഇവിടെ എല്ലാം ഉണ്ട്, ബിസ്ക്കറ്റ് അടക്കം ഉണ്ട്, പായസമുണ്ട്. അപ്പം പായസം എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോകാം. ഇത് നമ്മുടെ ടീച്ചറിൻ്റെ കൂടെ ഹെൽപ്പിന് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ പേരെന്തുവായിരുന്നു ചേച്ചി? രാജേശ്വരി. അപ്പോൾ അവിടെ പുറത്ത് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞാണ് രാജേശ്വരി ചേച്ചി ഹെൽപ്പിന് ഇരിക്കുന്നതെന്ന്. അപ്പം നമുക്ക് ചേച്ചിയെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇന്നിപ്പം പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഇനി അംഗൻവാടി തുറന്ന് കുട്ടികൾ വന്നതിന് ശേഷം എങ്ങനെയാണ് കുട്ടികളെ നോക്കുന്നതും കാര്യങ്ങളും ഇവിടെ അവരെ ഉറക്കുന്ന സമയം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയാമോ? ഞങ്ങളിവിടെ 9 മണിക്ക് വരും, പിന്നെ 9:30 ആകുമ്പോൾ കൊച്ചുങ്ങൾ വരും. അവരിവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അതേപോലെ തന്നെയാണ് അവർക്ക് നമ്മൾ അമ്മമാരെ പോലെ തന്നെയാണ്, അമ്മ തന്നെയാണ് അവർക്ക് ഞങ്ങൾ. പിന്നെ 3:30 വരെ ഞങ്ങളുടെ കയ്യിൽ അവർ സുരക്ഷിതരാണ്. അവർക്ക് ആഹാര സമയത്ത് ആഹാരം കൊടുക്കും എല്ലാം. 3 നേരം ഉണ്ടെന്ന് തോന്നുന്നു. 3 നേരം ഉണ്ട്.
രാവിലെ മോർണിംഗ് സ്നാക്സ്, ഉച്ചയ്ക്ക് നോൺ ഫീഡിങ്, വൈകിട്ട് ജനറൽ ഫീഡിങ് എല്ലാം കഴിച്ച് അവരെ പിന്നെ ഉച്ചയ്ക്ക് ഉറക്കും. അതൊക്കെ കഴിഞ്ഞാണ് വിടുന്നത്. പിന്നെ അമ്മമാർ തന്നെ ഞങ്ങൾ അവർക്ക് ഈ ഉറക്കുന്ന കാര്യം പറഞ്ഞാൽ കൊച്ചിലെ നമ്മളെയും ഒരു അംഗൻവാടി കാലഘട്ടത്തിൽ ഈ ഉറക്കുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യങ്ങൾ പണ്ടെല്ലാവർക്കും അംഗൻവാടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആ ഉപ്പുമാവും അതൊക്കെ ഇരുന്ന് ആ ഒരു പഴയ ഓർമ്മയെന്നൊക്കെ പറയുന്നു. ഇപ്പോഴും അവർ ചോദിക്കുന്ന ഇതാണ് ഉപ്പാവും, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉപ്പുമാവൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ മുമ്പത്താണൊക്കെ ഈ അംഗൻവാടി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും ഉപ്പാവ് കിട്ടുമല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവർക്ക് ECC ക്ലാസ്സുകൾ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. പിന്നെ കളറിങ് പഠിപ്പിക്കും. കളറിന് അവർക്ക് പ്രത്യേക ബുക്കുകളുണ്ട്. കിളിക്കൊഞ്ചൽ അത് ഇവിടെ നിന്ന് തന്നെ ബുക്ക് കൊടുക്കുന്ന ഇവിടെ നിന്ന് നമുക്ക് ബുക്കുകളുണ്ട്. അതിനകത്ത് അങ്കണപ്പൂമഴ ബുക്കുണ്ട്. അതിനകത്ത് അവർ കളർ ചെയ്യും. പിന്നെ വരച്ച് യോജിപ്പിക്കാനുണ്ട്. അമ്മയും കുഞ്ഞും ഒക്കെ വെച്ചിട്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പം മുമ്പത്തെ കണക്കല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളാണ്. മറ്റേ വഴി കാണിക്കാനുള്ള സംഭവം ഉണ്ടോ? ഉണ്ട്. നമ്മള് പണ്ട് കോട്ടുമുയലിന് വഴി കാണിക്കാന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ കിളി മരത്തിൽ പോവാൻ പറഞ്ഞ കിളി വരച്ച് മരത്തിൽ വെക്കും. അതൊക്കെ ഉണ്ട്. പഴയ കണക്കല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുള്ളതാണ്. മൊത്തത്തിൽ പിള്ളേരുമായിട്ടുള്ള ഇന്ററാക്ഷനും അത് സമയം പോകുന്ന അറിയത്തില്ലായിരിക്കുമല്ലോ മിക്കവാറും രാവിലെ ആയിട്ട് അവരായിട്ട് നിൽക്കുമ്പോൾ. കുട്ടികളോട് കൂടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളും കുട്ടികളായിട്ട് മാറും. അതാണ് ആ കുട്ടികളുമായിട്ട് എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഏതായാലും എല്ലാം നല്ലപോലെ പോട്ടെ എന്ന് ആശംസിക്കുന്നതെല്ലാം നല്ല രീതിയിൽ. ഞാൻ പഠിച്ച അംഗൻവാടിയാണ് ഇത്. ഞാൻ പഠിച്ച അംഗൻവാടി തൊട്ടപ്പുറത്താണ്. പിന്നാണ് ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്തോട് പോയത്. ഞാൻ പഠിച്ച അംഗൻവാടിയാണ് ഇത്. ഇവിടെ തന്നെ എനിക്ക് ജോലിയായി. എന്നെ പഠിപ്പിച്ച ടീച്ചറിന് പകരമാണ് ഞാനും വന്നത്. അപ്പം എല്ലാം നല്ല രീതിക്ക് പോട്ടെ. ഇനി നമുക്ക് അകത്ത് പായസം ഉണ്ട്, പായസം കുടിക്കാം. പായസം എനിക്കൊന്നും വന്നിട്ടില്ലെന്ന്. വന്നാൽ ഉടനെ നമുക്ക് പായസവും കുടിച്ച് ബാക്കി കാര്യങ്ങളും എല്ലാം കണ്ട് വൈൻഡപ്പ് ചെയ്യാം. വാ. അണ്ണ ഇവിടെ എത്തിയിരിക്കുകയായിരുന്നു. ചൂട് പായസമല്ലേ? നല്ല പാടുപെട്ടാണ് പായസം ഉണ്ടാക്കി. അപ്പുറം അവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ വന്നപ്പം തൊട്ട് കാണുന്നതാണ് രണ്ടുപേര് ഓടി നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അതിലൊരാളാണ് ഈ മാമൻ. അപ്പോൾ ഇവിടുത്തെ ബാനറും ഫ്ലെക്സും ഒക്കെ സ്പോൺസർ ചെയ്തത് ഈ മാമനാണ്. അപ്പം നമുക്കൊന്ന് ചോദിക്കാം മാമൻ്റെ അടുത്ത് എങ്ങനെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിലൊക്കെ നടക്കുന്നു. കൊള്ളാം, കുഴപ്പമില്ല. കാര്യം നല്ല രീതിയിൽ കുട്ടികളും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, ഇങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് ഓട്ടോ, ഇങ്ങോട്ടോ. പിന്നെ അതൊരു രസം. ഞാൻ വന്നപ്പം തൊട്ട് ബലൂൺ വീർപ്പിക്കൽ അങ്ങനത്തെ പരിപാടി അങ്ങനെ മൊത്തത്തിൽ ഉണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും ഉണ്ട്. ഇപ്പം നോക്കിയപ്പോൾ പായസം എടുക്കാൻ പോയി പായസവും കൊണ്ടുവരുന്നു. മൊത്തത്തിൽ തിരക്കായിരുന്നില്ലേ? എങ്കിലും അത് നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. മാമൻ്റെ കൂടെ ഹെൽപ്പിനായിട്ടെല്ലാം നിന്ന് ഈ അണ്ണനാണ്. ഇപ്പം എങ്ങനെ പായസമൊക്കെ കൊടുത്തതെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഓടി നിൽക്കുകയായിരുന്നു. ഞാൻ വന്നപ്പം തൊട്ട് ഇവിടെ ഒരു ജോലി, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ഇത് ഘോഷയാത്രയോടെ എല്ലാത്തിനും ഓടി. ഇപ്പം പായസം കുടിക്കുന്നു. അപ്പം ഏതായാലും ഒരു മംഗളമായിട്ടെല്ലാം കഴിഞ്ഞു. ഓക്കെ, സന്തോഷം. അപ്പം എല്ലാവരും ഒത്തൊരുമയായിട്ട് പ്രവർത്തിച്ച് ഈ ഒരു പ്രവേശനോത്സവം നല്ലൊരു വിജയമാക്കിയിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഈ അംഗൻവാടിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. നാട്ടുകാർ മാത്രമല്ല, നമ്മളെ ഈ പ്രീ സ്കൂൾ കുട്ടികൾ തന്നെ പോകുന്ന കുഞ്ഞുങ്ങൾ, അതായത് വേറെ സ്കൂളിലേക്ക് മാറുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് അംഗൻവാടിയിൽ പോവാൻ സമ്മാനപ്പൊതിയൊക്കെ അവരെ കൊണ്ട് ഒക്കുന്നത്. അതെല്ലാം കൂടെ തന്നെ ഞങ്ങൾ സ്വരൂപിച്ച് ഞങ്ങൾ ഈ ഗിഫ്റ്റായിട്ട് തന്നേക്കുന്നത്. എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. 3:30 വരെയാണ് നമുക്ക് ക്ലാസ്. 9:30, 3:30 ക്ലാസ്. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരെ കുഞ്ഞുങ്ങൾക്ക് രാവിലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവരെ 3 മണിക്ക് വിളിച്ചുകൊണ്ട് പോകാം. 3:30 വിളിച്ചുകൊണ്ട് പോകാം. നമുക്കൊരു കൊച്ചതിഥിയുണ്ട്, പരിചയപ്പെടാം. അതാ സമ്മാനമൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ട അംഗൻവാടി ഇഷ്ടപ്പെട്ടാ മോന്? ശിവേ, ബാഗൊക്കെ അംഗൻവാടി കൊണ്ടുവന്നേണോ? ബാഗ് ഞാൻ എടുത്തോട്ടാ? വേണ്ടേ? ഇത് സമ്മാനം ആർക്കുള്ള സമ്മാനം? ആര് തന്നു? മോൻ്റെ സമ്മാനം? ടീച്ചർ തന്നാ സമ്മാനം? ടീച്ചർ അംഗൻവാടി ഇഷ്ടപ്പെട്ടാ? The muffin man, do you know the muffin man?
നമ്മുടെ പ്രവേശനോത്സവം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഉദ്ഘാടനം തൊട്ട് സമ്മാനദാനം, പിന്നെ എന്തുവാണ് പായസം, പിന്നെ മധുരം വിളമ്പൽ, കുട്ടികൾക്ക് സ്നാക്സ് എല്ലാം നല്ല അതിഗംഭീരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ ഒരു പ്രവേശനോത്സവം ഒരു കൊറോണ കാലത്തിന് ശേഷം കണ്ടതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പം ഇനിയും നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ. സൈൻ ഓഫ്.